ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈമിലെ പുതിയ പാട്ടില്ലേ സ്പാർക്ക്, അതിൽ വിജയുടെ ലുക്ക് ഉണ്ടായിരുന്നു. കണ്ട് ട്രോളും കണ്ട്. എന്തൊരു ട്രോളാല്ലേ. അത് ഡി-ഏജിങ് ടെക്നോളജി ഒക്കെ യൂസ് ചെയ്തായിരുന്നു, പക്ഷെ അത്ര ശരിയായില്ലാന്ന് തോന്നുന്നു. ആളുകൾ അത്ര നല്ല അഭിപ്രായം അല്ല പറയുന്നത്. ഡി-ഏജിങ് ടെക്നോളജി എന്ന് പറയുന്നത് ക്യാരക്ടേഴ്സിന്റെ പ്രായം കുറച്ച് കാണിക്കുന്ന ടെക്നോളജി അല്ലേ? പണ്ടൊക്കെ ഈ നടീനടന്മാരുടെ ചെറുപ്പകാലം കാണിക്കാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണിക്കായിരുന്നു, അല്ലെങ്കിൽ അവർ തടി കുറച്ചോ മേക്കപ്പ് ഇട്ടോ ഒക്കെ കാണിക്കും. പക്ഷേ ഉയർന്ന റെസൊല്യൂഷൻ സിനിമകൾ വരാൻ തുടങ്ങിയതോടെ മേക്കപ്പിന്റെ അതിപ്രസരം കാണുന്നവർക്ക് അരോചകമായിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങി. അവിടെയാണ് ഇതുപോലുള്ള ടെക്നോളജികളുടെയൊക്കെ പ്രാധാന്യം. സിനിമയിലെ കഥാപാത്രങ്ങളുടെ പ്രായം ടെക്നോളജി ഉപയോഗിച്ച് കുറച്ചുകൊണ്ടിരുന്ന വിഷ്വൽ എഫക്ട്സിനെയാണ് ഡി-ഏജിങ് എന്ന് പറയാം. ഇത് സിനിമാ മേഖലയിൽ അത്ര പുതിയ കാര്യമൊന്നുമല്ല. വർഷങ്ങൾക്ക് മുൻപേ ഹോളിവുഡിൽ ഇതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. 2016 ഇന്ത്യൻ സിനിമയിൽ ആദ്യമായിട്ട് ഡി-ഏജിങ് ടെക്നോളജി അവതരിപ്പിക്കുന്നത്. ഷാരൂഖ് ഖാൻ്റെ ഫാൻ എന്നുള്ള ചിത്രത്തിൽ സിനിമാ നടൻ ആര്യൻ ഖന്നയായിട്ടും ആര്യൻ ഖന്നയുടെ അപരനായ ആരാധകൻ ഗൗരവ് ചന്ദനയായിട്ടായിരുന്നു ഷാരൂഖ് ഖാൻ അഭിനയിച്ചത്. അതിൽ ഗൗരവിൻ്റെ ഭാഗത്ത് പ്രായം കുറച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് ഡി-ഏജിങ് ടെക്നോളജി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ 2-ൽ കമൽഹാസന് വേണ്ടിയും ഡി-ഏജിങ് ടെക്നോളജി യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ വിക്രം സിനിമയിലും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫ്ലാഷ് ബാക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്തോ കാരണം കൊണ്ട് ഫൈനൽ എഡിറ്റിംഗിൽ അത് ആ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞു. MS ധോണി, ദ അൺടോൾഡ് സ്റ്റോറി, ലാൽ സിംഗ് ചദ്ദ തുടങ്ങിയ സിനിമകളിലൊക്കെ ടെക്നോളജി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഈ അടുത്തിറങ്ങിയ കൽക്കി എന്നുള്ള സിനിമയിൽ അമിതാഭ് ബച്ചന്റെ ക്യാരക്ടറായ അശ്വത്ഥാമയുടെ യങ് ഏജ് കാണിക്കാൻ വേണ്ടിയിട്ടും ഡി-ഏജിങ് ടെക്നോളജി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് സിനിമാ ലോകത്ത് അത്ര പുതിയ കാര്യമൊന്നുമല്ല.